ഹലോ ഗായ്സ്, നമ്മുടെ അൽബേനിയ മോണ്ടിഗ്രോ ഗേൾസ് ട്രിപ്പിൻ്റെ 2ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് വേറെ എവിടെയുമല്ല, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നഗരമായിട്ടുള്ള മോണ്ടിഗ്രോ ആണ് കേട്ടോ. സത്യമായിട്ട് പറയാം, ട്രിപ്പിന് മുമ്പ് ഈ ഒരു മോണ്ടിഗ്രോ എന്നുള്ള പേര് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇത്രയും ഭംഗിയുള്ളൊരു രാജ്യമാണെന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. അയ്യോ, പറയാൻ വാക്കുകളില്ല. ഒരു സൈഡിലാണെങ്കിൽ കുറേ മലകൾ, മറ്റേ സൈഡിലാണെങ്കിൽ നീലക്കടൽ, അതിനിടയിൽ പോസ്റ്റ് കാർഡ് പോലെയുള്ള ചെറിയ ചെറിയ ടൗണുകൾ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി ഞങ്ങൾക്ക്. ഇതൊക്കെ സിനിമയിലൊക്കെ കാണുന്ന നമ്മൾ ലൊക്കേഷൻ കാണുമല്ലോ, അതുപോലെ ഞങ്ങളെൻ്റെ പല പ്രാവശ്യം പറഞ്ഞത് ശരിക്കും സിനിമ സെറ്റ് പോലെ ഉണ്ടല്ലേ എന്നുള്ളത്. അതുപോലെ തന്നെ അതെ, ഇന്നത്തെ പ്ലാൻ ഫുൾ പാക്ഡ് ആണ്. കുറച്ച് സ്റ്റണ്ണിങ് വ്യൂസ്, കുറച്ച് സ്പീഡ് ബോട്ട് അഡ്വെഞ്ചേഴ്സ്, കുറച്ച് ഫോട്ടോ സെഷൻസ്, പിന്നെന്താ പതിവ് പോലെ ഞങ്ങളുടെ അൺലിമിറ്റഡ് ടോക്കിംഗ്, ലോഫിങ് ആൻഡ് റാൻഡം നോൺസെൻസ്. ഗായികയാണ് നമുക്ക് കഴിവില്ല കൂട്ടാൻ പാട്. നമുക്ക് ആലിയാ മതി. എല്ലാം ചിരിച്ച് പഠിച്ചിട്ടുണ്ടല്ലേ? ഇട്ടുകൊടുക്ക് ചേച്ചി. Every night in my dreams I see you, I feel you. That is how I know you. Go on. Far across the distance and spaces between us, you have come to show you. Go me far where എല്ലാവർക്കും വട്ട് പിടിപ്പിച്ച അപ്പോൾ ഓക്കെ ഗൈസ്, മോണ്ടിഗ്രോ ട്രിപ്പിൽ ഏറ്റവും ത്രില്ലിങ് എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ വിത്തൗട്ട് എനി ഡൗട്ട് ബ്ലൂ കേവ് സ്പീഡ് ബോട്ട് റൈഡ്. ബോട്ടിൽ കയറി സ്റ്റാർട്ട് ചെയ്ത നിമിഷം തന്നെ വൈബ് വേറെ ലെവലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എത്തിയ ഒരു സ്പോട്ട് ഉണ്ടല്ലോ, ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് ബ്ലൂ കേവ്. ഈ കേവിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ സൺലൈറ്റ് വെള്ളത്തിൽ റിഫ്ലക്റ്റ് ചെയ്ത് കേവിൻ്റെ ഉള്ളിൽ ഫുൾ ഇലക്ട്രിക് ബ്ലൂ കളർ ഉണ്ടല്ലോ, അതിങ്ങനെ ഗ്ലോ ചെയ്യും. സോ ശരിക്കും റിയൽ ലൈഫ് ഫിൽറ്റർ ഓണാക്കിയ പോലൊരു ഫീലാണ്. ഫോട്ടോസും വീഡിയോസൊക്കെ ഭയങ്കര സൂപ്പറാണ്. പക്ഷേ നേരിട്ട് കാണുന്നൊരു ബ്യൂട്ടി ഉണ്ടല്ലോ, അത് വേറെ ലെവൽ തന്നെ കേട്ടോ. ബ്ലൂ കേവ് കഴിഞ്ഞ് ബോട്ട് റൈഡ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ വഴിയിൽ കാണുന്ന ഈ ഹിഡൻ ബീച്ചസ്, റോക്കി ടണൽസ്, ലക്ഷറി യാറ്റ്സൊക്കെ ഭയങ്കരമായിട്ടൊരു നമുക്ക് ശരിക്കൊരു മൂവി കണ്ടൊരു ഫീലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ടൊരു ബോട്ട് റൈഡ് എൻജോയ് ചെയ്തു. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ബോട്ട് റൈഡ് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അതും വിത്ത് എൻ്റെ ക്ലോസസ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം. ഹായ് ഗായ്സ്, നമ്മളിപ്പോ നമ്മുടെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ് കേട്ടോ. നമ്മുടെ മോണ്ടിനിഗ്രോയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബോട്ടിങ്ങിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 3 hours ആണ് നമ്മൾ ഈ ബോട്ടിങ്ങിന്റെ ഡ്യൂറേഷൻ വരുന്നത്. നമുക്ക് നമ്മളൊരു നൈസ് ആയിട്ടുള്ള ഒരു ഗൈഡിനെ കിട്ടിയിട്ടുണ്ട്. ബോട്ടിന്റെ ആരാണ്? ഡ്രൈവർ അല്ലേ? അതെ, ബോട്ടിന്റെ നമ്മൾ കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ഇന്ന് ഫുൾ ഈ ഒരു 3 hours നമ്മൾ ബോട്ടിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. വെള്ളത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. ബ്ലൂ എന്ന് പറയുന്ന പോലെ തന്നെ ബ്ലൂ കളർ. മലപ്പൂർ
കടലിന് നടുവിലൂടെയുള്ളൊരു യാത്ര, അത് ഇത്രമാത്രം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ആരും വിചാരിച്ചിട്ടില്ല കേട്ടോ. ചുറ്റുമുള്ള മലനിരകളും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് വീടുകളും ഇതെല്ലാം തന്നെ ഭയങ്കര രസമായിരുന്നു. നമുക്ക് ആ ഒരു കടലിനടുവിൽ തന്നെ ഇതെല്ലാം കാണാന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഫോട്ടോസിൽ കാണുന്നതിനേക്കാളൊക്കെയും നമ്മൾ ശരിക്കും നേരിട്ടുള്ളൊരു വ്യൂ അത് ഭയങ്കരം തന്നെയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഇതവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് കേട്ടോ, പാനോറമിക് വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ അങ്ങോട്ട് ചെന്നില്ല, നമുക്ക് സത്യം പറഞ്ഞാൽ കുറേ സമയം ഇവിടെ പോണ്ടിഗിരിൽ തന്നെ ചിലവഴിക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇന്ന സ്പോട്ടൊക്കെ ആണെന്നുള്ളത് നമ്മുടെ ഗൈഡ് നമുക്കിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. അതിന് ശേഷം നമ്മൾ നേരെ മോർണിംഗിലൂടെ വെള്ളത്തിൽ നിന്ന് കരയിലിട്ട് ലാൻഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട്. അത് നമ്മൾ അവിടെ നിന്നുള്ള സോവനീസും കാര്യങ്ങളെല്ലാം ജസ്റ്റ് എല്ലാ ഷോപ്പുകളിലൊന്ന് കയറി ഇറങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര എന്താ പറയുക, ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു 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 സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പറ്റുന്ന കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ കുട്ടിമണീസിനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഇതന്നെ തേരാപ്പാഴം നടക്കുക. നമുക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ യാതൊരുവിധ എയിമുകളില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ നടക്കുന്നു. പിന്നെയുള്ള നമ്മുടെ മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഐസ്ക്രീം, പല വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീം നമ്മൾ അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്തു കേട്ടോ. ഇതൊക്കെ തന്നെ തിന്നാൻ, കുടിക്കുക, നടക്കുക, അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ വൈബിങ് പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ ട്രിപ്പിൻ്റെ ഇതൊക്കെ തന്നെ കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും ഒരേ വൈബുള്ള ആൾക്കാർ തന്നെയായിരുന്നു. നമ്മൾ 5 പേരും ഒരേ മനസ്സുള്ള ഒരേ വൈബുള്ള ആൾക്കാർ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എൻജോയ് ചെയ്തു. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം മോർണിംഗിലുമാണ് കേട്ടോ. കാരണം വെതർ ആണെങ്കിലും വ്യൂ ആണെങ്കിലും എല്ലാം കൊണ്ടും ഒരു നല്ലൊരു സ്പോട്ടാണ് കേട്ടോ മോർണിംഗ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ബോട്ട് റൈഡിൽ നമ്മളൊരു 3 മണിക്കൂറാണ് ആ ബോട്ട് റൈഡ് വരുന്നത്. അതിൽ തന്നെ ഏറ്റവും അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ വ്യൂസ് നമുക്ക് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളാണെങ്കിൽ കൂടിയും ഭയങ്കര എനിക്ക് തോന്നുന്നു നല്ലൊരു വെൽക്കം ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു എല്ലാവരും. ഇപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെട്ടുള്ള ബോട്ടിലെ ക്യാപ്റ്റൻ ആണെങ്കിലും എല്ലാവരും വളരെയധികം നമുക്ക് ഭയങ്കര നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ തന്നെയായിരുന്നു. ഇവൾക്ക് ട്രിപ്പിന് 2 ദിവസം മുന്നേ തുടങ്ങിയ പനിയാട്ടോ, അതുകൊണ്ടാണ് ഇവളുടെ സൗണ്ട് ഇങ്ങനെ മാറിയിട്ടുള്ളത് കേട്ടോ. ഈ വീഡിയോ കാണുന്ന ചിലർക്ക് സംശയം വരും, ഈ കുട്ടി എന്താ ഇങ്ങനെയെന്നുള്ളത്. ഈ കുട്ടിയുടെ സൗണ്ട് പോയി കാണും ഗൈസ്. നിങ്ങളെന്താ കാണുന്നത്? അവരുടെ ഇത്ര വൈകിട്ടാവില്ല. ചായയുടെ കൂടെ കഴിക്കാം മതിയടി, കാഴ്ചകളൊക്കെ ഒന്ന് കാണും. നമ്മളെത്താറായി. സൂപ്പർ. അങ്ങനെ നമ്മളിത് ഈ ബ്ലൂ കേവിൻ്റെ ഒരറ്റത്ത് എത്തിക്കുവാണ്. അകത്തോട്ടൊന്നും പോകാൻ പറ്റില്ല, ബിക്കോസ് അവിടെ പോലീസ് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. സോ അതിനകത്തേക്ക് കയറ്റി വിട്ടില്ല. അതിൻ്റെ ഒരറ്റത്ത് നിന്ന് നീന്താൻ അറിയുന്നവർക്കൊക്കെ സുഖമായി നീന്താൻ അറിയായിരുന്നു. മര്യാദയ്ക്ക് നടക്കാൻ പോലും അറിയാത്ത ആൾക്കാരാണ് ഞങ്ങൾ 5 പേരും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ട്രിപ്പിലുണ്ടായിരുന്ന പയ്യനാണ്, അവൻ ഇറങ്ങിയിട്ടോ. 2 പേര് അങ്ങനെ എന്താ പറയുക, നീന്താൻ അറിയുന്ന 2 പേര് വെള്ളത്തിലോട്ട് എടുത്തങ്ങ് ചാടി. പക്ഷെ നമ്മളതിങ്ങനെ കരയുന്ന കണ്ടിരിക്കാനേ നമുക്കുള്ള യോഗമുള്ളൂ, കാരണം നമുക്ക് ആർക്കും നീന്താൻ അറിയില്ല. പക്ഷെ അടിപൊളിയായിരുന്നു മൊത്തത്തിലുള്ള വ്യൂ. നമുക്ക് എന്താ പറയാ, ഇങ്ങനെ വാക്കുകളാലൊന്നും പറഞ്ഞാലൊന്നും നിങ്ങൾക്കത് മനസ്സിലാവില്ല. ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ്. ആരെങ്കിലും ഇതുപോലെ മോർണിംഗിലോ പിന്നെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മോർണിംഗിൽ ഏറ്റവും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് ഈ ബ്ലൂ കേവ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ അത് എത്രത്തോളം നിങ്ങൾക്ക് അതിന്ന് അതിൻ്റെ ഒരു വ്യൂയുടെ ബ്യൂട്ടിഫുൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. സോ ദേ കണ്ടില്ലേ, ഇവൻ കിടന്നും മലർന്നും ഒക്കെയാണ് നീന്തണത്. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അവർ പറഞ്ഞിരുന്നു നീന്താൻ കോൺഫിഡൻസ് ഉള്ളവർക്ക് നീന്താന്ന്. പക്ഷെ
ഹായ് യോഗമില്ലുണ്ണി എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു ഞങ്ങളുടേത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഈ ബോട്ട് തിരിച്ചെടുക്കുവാണ്. സോ പിന്നെ കലാപരമായിട്ടുള്ള ഞങ്ങളുടെ കഴിവുകൾ അങ്ങ് പുറത്തെടുത്ത് നമ്മൾ കരയിലാണെങ്കിലും വെള്ളത്തിലാണെങ്കിലും ഒട്ടും മോശമല്ല എന്നുള്ളത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വൈബായിരുന്നു. നമുക്ക് നമ്മുടെ കൂടെയുള്ള കുട്ടികൾ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ തന്നെ നല്ല നമ്മളെപ്പോലെ തന്നെ എൻജോയ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ കൂടെ അങ്ങ് കൂടി, ഡാൻസിനാണെങ്കിലും എല്ലാത്തിനും. സോ നല്ലൊരു വൈബ് നമുക്ക് ആ ഒരു ബോട്ടിങ്ങിന് കിട്ടി. അതിനുശേഷം നമ്മൾ മോർണിംഗ് ഗ്രോ സിറ്റി ടൂർ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡായിരുന്നു. ബോട്ടിൽ നിന്ന് നല്ല രീതിയിൽ ജേർക്കിങ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ശരിക്കും അടപടലം മൊത്തത്തിൽ അങ്ങ് പോയി കിടക്കുമായിരുന്നു. അപ്പോൾ അധിക നേരം ഒന്നും നമ്മളങ്ങനെ അങ്ങ് സിറ്റി ടൂർ ചെയ്യാനൊന്നും പോയില്ല. ജസ്റ്റ് കുറച്ച് ദൂരമൊക്കെ ഒന്ന് നോക്കി കണ്ട് വന്ന് അടുത്ത് നമ്മുടെ മെയിൻ സ്പോട്ട് ഫുഡിങ്ങിലോട്ട് കടന്നു. തുടർന്നുള്ള യാത്രയിലാണെങ്കിൽ എന്ത് അന്താക്ഷരിയും പാട്ടും കൂത്തും മേളമൊക്കെ ആയിട്ട് നമ്മളങ്ങ് ശരിക്കും ഒന്ന് വൈബ് ചെയ്തെന്നുള്ളതാണ്. നമ്മുടെ കൂടെ എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ അഗെയിൻ നൈറ്റ് വാക്കിന് വേണ്ടി ഇറങ്ങിയതാണ് നമ്മളെല്ലാവരും മീൻസ് നമ്മൾ 5 പേര്. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് മോർണിംഗിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ശേഷം നമുക്കിതൊക്കെ തന്നെയല്ലേ ഉള്ളൂ മെയിനായിട്ട്. നിങ്ങൾ വിചാരിക്കും ഇവിടെ എല്ലാ വീഡിയോയിലും ഫുഡ് ഫെസ്റ്റിവലാണല്ലോ. അതെന്താ നീ അയ്യോ ഞാനും എടുത്തില്ലായിരുന്നു. എനിക്ക് പൈസ അല്ല, നമ്മളൊരു 4 പേര് പൈസ ഇല്ലാത്തോളാം. നമുക്ക് ഇറങ്ങി ഓടിക്കളയോ മനക്ക് മണ്ണ. ഇപ്പൊ പാത്രം കഴുകാൻ ഞാൻ ഇവിടെ നേരിട്ട് മെല്ലെ കൈ കഴുകാൻ പോകും. എനിക്ക് മെല്ലെ കഴുകി ഇവര് കാണാൻ ഞാൻ ഈ പുഡിങ് ഉണ്ടാക്കാൻ ഇവിടെ നിൽക്കണം. പൈസ കൊടുക്കാൻ മുന്നിൽ നിൽക്കുന്ന കുട്ടി ഉണ്ടാവൂല. ബില്ല് ഞാൻ ചോദിച്ചില്ലല്ലോ, ഇവിടെ ചോദിക്കാതെ നീ പൈസ തരണ്ട, എന്നിട്ട് പൊക്കോ. നീ കാരണം ഇന്ന് ഇത്രയും പേര് ഇവിടെ വന്നില്ലേ? അങ്ങനെ പറഞ്ഞോ? വിളിച്ചോണ്ട് പോകുന്നുണ്ട്. അയാൾ എന്തോ പോയിട്ട് പറഞ്ഞിട്ട് വന്ന്. അൽബേനിയൻ ക്യാച്ച്. കുട്ടാ ഞങ്ങൾ എത്തി, പോയിക്കോ. താങ്ക് യു. 20 പൂച്ചയാണതല്ലേ അവര് പറഞ്ഞത്. ഈ വീഡിയോ അലിക്കാതെ ഞങ്ങള് മറ്റേ ആ ഡോറിന്റെ അവിടെ ഒരു പൂച്ച കിടന്ന് ഉറങ്ങണു. എന്നിട്ട് ഞാൻ എനിക്കാണെങ്കിൽ ആ പൂച്ച സോ നിങ്ങളൊന്ന് മാറ്റാവുന്ന അണ്ടപ്പുള്ളി നൈസായിട്ട് വന്നിട്ട് പൂച്ചനെ തൂക്കി എടുത്തോണ്ട് പോയി. അപ്പൊ എന്നെ നോക്കി ചിരിക്കുക. ഞാൻ പറഞ്ഞു പൂച്ചനെ കാണാൻ ഇഷ്ടം, പക്ഷെ തൊടാൻ ഭയങ്കര പേടിയെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഇത്രയും ഇതുണ്ട്. അപ്പൊ പറയും 20 പൂച്ചയുണ്ടെന്ന് ഇവിടെ വളർത്തുന്നെല്ലാം കിട്ടിയില്ലേ? അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ഒരു ദിവസം കൂടെ ഞങ്ങളുടെ കഴിഞ്ഞേക്കാണ് നമ്മൾ മോർണിംഗ് ഗ്രോവില്. പിറ്റേ ദിവസത്തേക്കുള്ള മുടി സെറ്റിംഗ് തിരക്കിലാണ് ഞാൻ ലിച്ചു. തീർന്നിട്ടില്ല. വരുന്ന വീഡിയോകളിൽ നമ്മുടെ അൽബേനിയ മോർണിംഗ് ഗ്രോ യാത്രാവിശേഷങ്ങൾ ഇനിയും ഉണ്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. വീഡിയോ മുഴുവനായി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുക. സോ ഈ ഒരു കുഞ്ഞു വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. സോ ഗൈസ് എല്ലാവർക്കും താങ്ക് യു, ബൈ.